നിതിൻ അംബുജൻ കൂടി ചേരും. നിതിൻ, എന്തായാലും കൊച്ചി കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിത്വത്തിനായി ദീപ്തി മേരി വർഗീസ് മിനിമോളൊക്കെ കോൺഗ്രസിന്റെ ഭാഗമായി ഉണ്ട്. അവരുടെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഏതാണ്ട് പൂർത്തിയായി വരുന്നുമുണ്ട്. പക്ഷെ അപ്പോഴും അവിടെയും ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം LDF അട്ടിമറിച്ച് ഭരണത്തിലേക്കെത്താൻ UDF കഴിയുമോ എന്നത് തന്നെയല്ലേ? ആഷ്മി, 2020 കപ്പിനും ചുണ്ടിനുമിടയിലാണ് കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടത്. കൊച്ചി കോർപ്പറേഷൻ ഇപ്പോൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണാം ഈ കൊച്ചി കോർപ്പറേഷന്റെ പുതിയ കെട്ടിടം. കഴിഞ്ഞ മാസമാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. എന്തായാലും ഈ പുതിയ കെട്ടിടത്തിൽ ആര് മേയറായി വരുമെന്നത് ഏറെ കൗതുകത്തോടെയാണ് കാണുന്നത്. 2005 മേഴ്സി വില്യംസ് ആണ് ആദ്യമായിട്ട് ഒരു വനിത മേയറായി കൊച്ചിയിൽ എത്തുന്നത്. അതിനുശേഷം പിന്നീട് സൗമിനി ജെയിൻ എത്തി. ഇനിയിപ്പോൾ മൂന്നാമത് ഈ വനിതാ മേയർ ആരാകുമെന്നതൊരു ശ്രദ്ധേയമായ ഒരു പോരാട്ടം തന്നെയാണ് കൊച്ചിയിൽ നടക്കാതിരിക്കുന്നത്. ഇവിടുത്തെ കക്ഷി നില പരിശോധിച്ചാൽ എറണാകുളത്തെ സംബന്ധിച്ചാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ അംഗങ്ങളുടെ എണ്ണം LDF മേൽക്കൈയെങ്കിലും പലയിടത്തും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. നമുക്കറിയാം 809 ഇടത്ത് കോൺഗ്രസിന് സീറ്റ് ലഭിച്ചു. പക്ഷേ LDF ആണെങ്കിൽ 814 അംഗങ്ങളുണ്ട്. പിന്നീട് പല സ്ഥലത്തും ഈ വിമതരെല്ലാം തന്നെ ഈ പല സ്ഥലങ്ങളിലും ഈ ഭരണം നിശ്ചയിക്കുന്നതിൽ നിർണായകമായ ഒരു പങ്ക് തന്നെ വഹിച്ചു. അങ്ങനെയാണ് പല സ്ഥലത്തും ഈ അട്ടിമറിയെല്ലാം തന്നെ സംഭവിച്ചത്. അങ്ങനെ കൊച്ചിയിലും 2020 വലിയ തരത്തിലൊരു നാടകീയ നീക്കങ്ങൾ അരങ്ങേറിയിരുന്നു. കാരണം LDF 33 ഇടത്ത് വിജയിച്ചു, 33 സീറ്റ് ലഭിച്ചു. UDF ആണെങ്കിൽ 31 ഇടത്താണ് സീറ്റ് ലഭിച്ചത്. പക്ഷേ അതിനുശേഷം വിമതരൊപ്പം നിർത്തിയാണ് ഈ കോർപ്പറേഷൻ ഭരണം LDF നേടിയത്. അതിനുശേഷം 5 വർഷം വിമതരൊപ്പം നിർത്തി തന്നെ ഈ കോർപ്പറേഷൻ ഭരണം LDF ഭരിക്കാൻ സാധിച്ചു. 2010 15 UDF ഭരിച്ച കോർപ്പറേഷനാണ്. ഇത്തവണ അത് തിരിച്ചു പിടിക്കും എന്നൊരു പ്രഖ്യാപനം തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ പൂർത്തിയായി. ഇന്നിപ്പോൾ വൈകിട്ടോട് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. ഉച്ചയ്ക്ക് UDF നേതൃയോഗം ഇവിടെ ചേരുന്നുണ്ട്. അതിനുശേഷം പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് DCC പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കുന്നത്. LDF സമാനമായി തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു. എന്തായാലും ഇന്നോ നാളെയോ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന ഒരു മുൻകരുതൽ തന്നെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അതിന്റെ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കും ഈ രാഷ്ട്രീയ പാർട്ടികൾ കടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ നമുക്കറിയാം വികസനം തന്നെയാണ് LDF ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായി ഉയർത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.